ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ നേതാവാണ്. എപ്പോഴും എന്തെങ്കിലും കോൺട്രവേഴ്സിയിലൊക്കെ കുടുങ്ങുന്ന ആളാണ്. അദ്ദേഹം എങ്ങനെയുള്ള നേതാവാണെന്ന് വെച്ചാൽ ഒരു കാലത്ത് മിലിറ്റന്റ് ആയിരുന്നു, പക്ഷേ ഇന്ന് ഗാന്ധി മാർഗം തിരഞ്ഞെടുത്തതായി അദ്ദേഹം പറയുന്നു. പ്ലീസ് വെൽക്കം ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ ചെയർമാൻ യാസിൻ മലിക്. പിന്നെ യാസിൻ മലിക്കിന്റെ മേലുള്ള ഈ വിചാരണയിൽ നമ്മൾ ജഡ്ജിയായി സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഫെയിമോടുകൂടി പ്രസിദ്ധ പത്രപ്രവർത്തകനായ ജാവേദ് നഖ്വിയെയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ജാവേദ് നഖ്വിയോട് നമുക്കതിനുള്ള അനുവാദം ചോദിക്കാം. കേസിന്റെ വിചാരണ ആരംഭിക്കാം. വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ യാസിൻ മലിക്കിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ JKLFന്റെ ചെയർമാൻ യാസിൻ മലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സമാധാനത്തിന്റെ ശത്രുവാണ് എന്നുള്ളതാണ്. യാസിൻ സർ, നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായ സമയത്ത് അദ്ദേഹം നവാബ് ഷെറീഫിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം ഒരു പീസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്ത പീസ് പ്രോസസ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഞങ്ങളൊരിക്കലും പീസ് പ്രോസസ്സ് സ്പോയിൽ ചെയ്തിട്ടില്ല. ഞങ്ങളത് സ്ട്രോങ് ആക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പീസ് പ്രോസസ്സിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ നിന്ന് എത്ര പേര്, അതായത് ആരൊക്കെ വന്നാലും, പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ഫോറിൻ മിനിസ്റ്റർ ആയാലും ഫോറിൻ സെക്രട്ടറി ആയാലും, അവരെല്ലാവരും തന്നെ കാശ്മീരിലെ ജനങ്ങളെ കണ്ട് അവരോട് സംസാരിച്ചു. ഇന്ത്യ അതിനെ ഫെസിലിറ്റേറ്റഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ മാറിപ്പോയില്ലേ? നവാബ് ഷെറീഫ് താങ്കളുടെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ? അദ്ദേഹം ആ പ്രാവശ്യം സെപ്പറേറ്റേഴ്സിനെ വിളിച്ചില്ലേ? നോക്കൂ, സത്യമെന്നത് ഇപ്പോഴും മാറിയിട്ടില്ല. പോളിസിയാണ് മാറിയത്. നിസാമിന് പകരം പുതിയ ക്യാപ്റ്റൻ വന്നു. ഞാൻ സമ്മതിക്കുന്നു, BJPയുടെ ടീമാണ് ഉണ്ടായിരുന്നത്. പ്ലേയേഴ്സും അവരായിരുന്നു. അവര് കാശ്മീരിൽ വന്ന് ജനങ്ങളോട് സംസാരിച്ചു. അവര് പാകിസ്ഥാനികളോടും സംസാരിച്ചു. പിന്നെ കാശ്മീരിനെ കുറിച്ച് ഓപ്പണായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഇന്ന് ഈ ടീമിന്റെ ക്യാപ്റ്റൻ മാറിയിരിക്കുന്നു. ആ ടീമിന്റെ ക്യാപ്റ്റൻ വാജിയ മോക്കഫാണ്. ഞാൻ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ രീതികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. പിന്നെ ചർച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ആരോടും കാശ്മീരിനെ കുറിച്ച് സംസാരിക്കരുതെന്ന്. പ്രൈം മിനിസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനോട് സംസാരിക്കാം, പക്ഷേ ഇതിൽ താങ്കളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു റോളും ഇല്ലെന്നാണ് പറയുന്നത്. നോക്കൂ, അതുതന്നെയാണ് ഞാനും പറയുന്നത്. വേണമെങ്കിൽ അത് ഇങ്ങനെയും പറയാം. ഇതിനു മുമ്പ് 7 പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അവർ റോങ് ആയ പ്രസിഡന്റിനെയാണ് തെരഞ്ഞെടുത്തത്. അവരുടെ തീരുമാനം തെറ്റായിരുന്നു. നരേന്ദ്രമോദി ഇക്കാര്യം പറയാൻ ഒരുക്കമാണോ? എനിക്ക് മുൻപുണ്ടായിരുന്ന 7 പ്രൈം മിനിസ്റ്റേഴ്സ്, അതായത് കഴിഞ്ഞ 26 വർഷത്തിനിടയ്ക്ക് അവരെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനമാണ് ശരിയെന്ന് പറയുന്നു. നരേന്ദ്രമോദി സാർ പാകിസ്ഥാനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സൈഡിൽ യാസിൻ മാലിക്കിനോട് സംസാരിക്കുന്നു, മറ്റൊരു സൈഡിൽ ഞങ്ങളോട് സംസാരിക്കുന്നു. ഇനി ഇത് വർക്കൗട്ട് ആകില്ല, കാലം മാറിപ്പോയെന്നും. അദ്ദേഹത്തിന്റെ സമയമാണ് മാറിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയാണ് ഉള്ളത്. അദ്ദേഹം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കാശ്മീരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. താങ്കൾക്ക് അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ബലൂചിസ്ഥാനിൽ സെപ്പറേറ്റേഴ്സിനെ കുറിച്ച് ആരാണോ സംസാരിക്കുന്നത്? ബലൂചിസ്ഥാനിലുള്ള തീവ്രവാദികളോട് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലുള്ള വ്യക്തികൾ പാകിസ്ഥാനിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. നോക്കൂ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനവും ഓരോ രീതിയിലാണ്. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. അതുപോലെ പാകിസ്ഥാനിലും സംസ്ഥാനങ്ങളുണ്ട്. പിന്നെ കാശ്മീർ വിഷയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ആരാണ് കൊണ്ടുപോയത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. അത് ഇന്റർനാഷണലൈസ് ആക്കിയത് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഓഫീസ്, അതായത് ശ്രീനഗർ, അത് ആ കാശ്മീരിലാണ് ഉള്ളത്. അതാരാണ് കൊണ്ടുവന്നത്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോയത്. അന്ന് ഭരണത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിനുശേഷം അവിടെ റെസൊല്യൂഷൻ പോലും പാസ്സാക്കി. സാർ, ജവഹർലാൽ നെഹ്റു അല്ല ഇപ്പൊ പ്രധാനമന്ത്രി, നരേന്ദ്രമോദിയാണ് ഇപ്പൊ പ്രധാനമന്ത്രി. നോക്കൂ, നരേന്ദ്രമോദിജിയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നരേന്ദ്രമോദിജിയുടെ
നരേന്ദ്രമോദിജിയുടെ തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഹാർഡ് ലൈൻ എടുത്തു തന്നെ ആകണം. അതായത് ഞങ്ങൾ കാശ്മീരിലെ ജനങ്ങൾ ഹാർഡ് ലൈനിന് തയ്യാറായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ കാശ്മീരിനെ ഇതുമായി കുറിച്ച് ഹാർഡ് ലൈൻ ഒന്നും അദ്ദേഹം എഴുതിയില്ല. പക്ഷെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ലവ് ലെറ്റർ എഴുതാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, 2003 ഞാൻ ജോയിന്റ് ലവ് ലെറ്റർ എഴുതി. പാകിസ്ഥാന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്സ് കൂടാതെ അടൽ ബിഹാരി വാജ്പേയി. ഇത് ആദ്യത്തെ ലവ് ലെറ്ററാണ്. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം എഴുതിയത് വൈ ഷുഡ് ഇഗ്നോർ ബീറ്റൻ ട്രാക്ക് and find out the new innovative ways to resolve the Kashmir issue. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ഒരു പ്രാവശ്യം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ വാജ്പേയിയെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നരേന്ദ്രമോദിയാണ് ഞാൻ പ്രധാനമന്ത്രി. പറയുന്നത് ഇതാണ്, ഞാനും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നെഹ്റുവുമില്ല, അടൽ ബിഹാരി വാജ്പേയിയും ഇല്ല. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിജിയാണുള്ളത്. നരേന്ദ്രമോദിജി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹാർഡ് ലൈൻ എടുക്കണമെന്നാണ്. കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം, മിലിറ്ററി പവർ ഉപയോഗിച്ച് ലോകത്ത് ഒരു സംഘടനയെയും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങോട്ടത് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും ഇതൊരു പരീക്ഷണമാണ്. പിന്നെ മോദിജി ഇവിടെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാനും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കും ഈ പരീക്ഷയിൽ വിജയിക്കണം. അദ്ദേഹം പാകിസ്ഥാൻ ഗവൺമെന്റിനോട് പറഞ്ഞു കഴിഞ്ഞു, അൽഗാവാദികളോടൊപ്പം വാക്ക്, ഇന്ത്യൻ ഗവൺമെന്റിനോടൊപ്പം ടോക്ക്. ഇത് രണ്ടും പറ്റില്ലെന്ന്. ഒന്നുകിൽ ഞങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ യാസിൻ മാലിക്കിനോട് സംസാരിക്കുക. നരേന്ദ്രമോദിജിക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞങ്ങളെ ദ്രോഹിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, इधर आ सितमगर तू हुनर आजमा, मैं तुम तीर आजमाओ, मैं जिगर आजमाऊं. ഈ ഇന്ത്യക്ക്, ഞങ്ങൾ ഒരിക്കലും ഇന്ത്യക്ക് തിന്മ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ നഗരങ്ങൾ ഞങ്ങളുടെ മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കില്ല. പക്ഷേ നരേന്ദ്രമോദിജിയോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഏത് രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അതിനെ ഫൈസാമാദ് ഫേസ് എന്ന് പറയും. 2 വരിയിൽ ഒരു കവിതയുണ്ട്. निसार तेरी गलियों पे वतन के जहां चली है रस्म कि कोई सर उठा के न चले, जो कोई चाहने वाला तेरे तवाफ को निकले, नजर चुरा के चले, जिस्म व जान बचा के चले. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിജി അദ്ദേഹം ഇതുപോലൊരു സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നതെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഹാർഡ് ലൈൻ ഉപയോഗിച്ച് ഒരു സംഘടനയും നശിപ്പിക്കാൻ കഴിയില്ല. ഇതിനൊരു കൃത്യമായ ഉത്തരം നരേന്ദ്രമോദി നൽകുമെന്നാണ് കരുതുന്നത്. എന്റെ അടുത്ത് താങ്കളുടെ മേലുള്ള നിറയെ കുറ്റാരോപണങ്ങൾ ഇനിയുമുണ്ട്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം യാസിൻ മാലിക്കിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരം തുടരുന്നതായിരിക്കും. യാസിൻ സാർ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ നിങ്ങളെ വിളിച്ചിരുന്നു. അവര് വിളിച്ച ഉടനെ തന്നെ താങ്കളും പോയല്ലോ. യാസിൻ സാർ, താങ്കൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഉപ്പ് കഴിച്ചുകൊണ്ട്, ഇവിടുത്തെ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട്, ഇവിടുത്തെ കാറ്റ് ശ്വാസിച്ചുകൊണ്ട് എല്ലാം ജീവിച്ചിട്ട് അവസാനം സംസാരിക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്കാണല്ലോ പോകുന്നത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് JKLF-ന്റെ ചെയർമാനായ യാസിൻ മാലിക്കിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ JKLF-ന്റെ ചെയർമാനായ യാസിൻ മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം പാകിസ്ഥാൻ പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. യാസിൻ സാർ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ നിങ്ങളെ വിളിച്ചിരുന്നോ? അവര് വിളിച്ച ഉടനെ തന്നെ താങ്കളും പോയല്ലോ. എന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്, വേറൊന്നുമല്ല. എന്നെ അടൽ ബിഹാരി വാജ്പേയി പോലും റംസാൻ സീസ് ഫയറിന് ശേഷം RK മിശ്രയുമായി ഒരു ഇന്റർലൊക്കേറ്റഡ് ഉണ്ടാക്കി. സോ യുണൈറ്റഡ് ഗേറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ടീമും ഉണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാവരും കാശ്മീരി യൂണിറ്റഡാ. ലീഡർഷിപ്പും വന്നിരുന്നു. ഞാൻ ബേസിക്കലി കാശ്മീരിലെ ജനങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കും. എപ്പോഴെല്ലാം മുസാക്രാത്ത്, ഞങ്ങൾ ഈ പീസ് പ്രോസസ് പ്രശ്നം
പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോഴെല്ലാം കാശ്മീരിലെ ജനങ്ങൾ യാസിൻ ഒന്നിക്കുമായിരുന്നു. സാർ, താങ്കൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഉപ്പ് കഴിച്ചുകൊണ്ട്, ഇവിടുത്തെ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട്, ഇവിടുത്തെ കാറ്റ് ശ്വാസിച്ചുകൊണ്ട് എല്ലാം ജീവിച്ചിട്ട് അവസാനം സംസാരിക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്കാണല്ലോ പോകുന്നത്. അതായത് രജിത് സാർ, ഞാൻ 2 രാജ്യത്തിന്റെ പക്കലും പോവും. അതായത് 1947 തൊട്ട് കാശ്മീർ പ്രദേശം ഈ ഡിസ്പ്യൂട്ട് കാരണം കുറേശ്ശെയായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലെ ജനങ്ങളുടെ അപേക്ഷ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ഡിസ്പ്യൂട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കാശ്മീർ പ്രശ്നം പരിഹരിക്കുകയും വേണം. അതുകൊണ്ട് ഇടയ്ക്കിടെ പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഞാൻ വാഹിദ് കാശ്മീരി ലീഡറാണ്. അല്ലാതെ RSSന്ന് കാശ്മീരിലേക്കൊരു ലീഡറെ കിട്ടില്ലല്ലോ. ഞാൻ RSS നേതാക്കളുമായി 5 മണിക്കൂർ നീണ്ട ചർച്ച നടത്തിയിരുന്നു. അതായത് 2010. യാസിൻ സാർ, താങ്കൾ അതായത് ഞങ്ങൾ അവരുടെ അടുത്തും ചെന്നിരുന്നു. കാരണം അവർ കാശ്മീർ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതി. പക്ഷെ താങ്കൾ ഏത് പാകിസ്ഥാനാണോ ബിൻ ലാദനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരോടൊപ്പമാണ് സംസാരിക്കുന്നത്. നോക്കൂ രജിത് സാർ, ഇന്ത്യ വിളിക്കുന്ന സമയത്ത്, അതായത് ഇവിടുന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ അവിടുന്ന് വിളിക്കുന്ന സമയത്ത് അല്ല, താങ്കൾ അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ അവരുടെ ഏജന്റാണെന്ന്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലും ഇതുപോലെയല്ലേ അവർ പറയൂ? നിങ്ങൾ ഇന്ത്യയിലേക്ക് പോയ സമയത്ത് കാശ്മീരിൽ ഇങ്ങനെയെല്ലാം ചെയ്തെന്ന് പറയും. ഇന്ത്യയുടെ പക്കൽ നിങ്ങൾ പോകുന്നുണ്ടെന്ന് അവർ പറയുമല്ലോ. അല്ല, ഞാൻ അതായത് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇന്ത്യൻ ഏജന്റ് എന്ന് പറയും, ആ ഭാഗത്ത് പോയാൽ പാകിസ്ഥാൻ ഏജന്റ് എന്ന് പറയും. സാർ, താങ്കൾ ഒരു കാര്യം മറന്നു. ഇന്ത്യ ഒരിക്കലും ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടേയില്ല. ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ വെച്ചല്ലേ പിടിച്ചത്. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലാണുള്ളത്. ഹാഫിസ് സയ്യദ് ലാഹോറിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇവരെല്ലാവരും തീവ്രവാദികളാണ്. ഇത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രദ്ധിച്ചില്ലേ? ഈ ഒരു കാര്യം പാകിസ്ഥാനിലെ മറ്റു കാര്യങ്ങളുമായി റിലേറ്റഡായി കിടക്കുന്നുണ്ട്, അല്ലേ? ഇനി ഇന്ത്യക്ക് ഇതാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഇന്ത്യ പിന്നെന്തിനാണ് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്? അതായത് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ആയിരുന്നെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? അതായത് ഹാഫിസ് സയ്യദ് ലാഹോറിൽ ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ വെച്ചാണ് പിടികൂടിയത്. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ താമസിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഞാൻ താങ്കളോട് എന്താണ് പറയുന്നത്? ഞാനും ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടുകയാണെങ്കിൽ, അതായത് ഇതുപോലൊരു ചാൻസ് കിട്ടിയാൽ, ഞങ്ങൾ നേരെ ഇന്ത്യയിലേക്ക് ചെന്ന് ഓപ്പണായി ഇതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അല്ലല്ല, ഞാൻ താങ്കളോട് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, സർക്കാരിന് വേണ്ടി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. പാകിസ്ഥാൻ നമ്മുടെ സോൾജിയറായ ഹേംരാജിനെ പിടിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ തല വെട്ടി ബോഡി മാത്രം ഇന്ത്യയിലേക്ക് അയച്ചു. എന്നിട്ട് തല അവർ വെക്കുകയും ചെയ്തു. അത് ഇന്ത്യക്കാർക്ക് ശരിക്കും ദേഷ്യം വന്നൊരു കാര്യമാണ്. ആ സമയത്ത് താങ്കൾ അവരോട് സംസാരിച്ചാൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ ദേഷ്യമല്ലേ വരുന്നത്? ഞാനൊന്നു പറയട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വിഷയം കാരണം വേദനിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നത്? പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്? പറയൂ സാർ. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. നോക്കൂ, നിങ്ങൾ ഇത് പെർസെപ്ഷനിസ്റ്റ്. ഇത് ആരെങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് പാകിസ്ഥാൻ ഡിപ്ലോമാറ്റായിട്ടുള്ള സപ്പോർട്ട് തരാമെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സർക്കാർ അവിടുത്തെ പ്രധാനമന്ത്രിയെ വിളിച്ച് എല്ലാം നിർത്തണമെന്ന് പറയേണ്ട ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുക. ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതായത് അമേരിക്ക പോലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പലപ്പോഴും അവരും കാശ്മീരിലെ ജനങ്ങളെ കാണാറുണ്ട്. യൂറോപ്യൻ യൂണിയനിലുള്ള നേതാക്കൾ പോലും ഇവിടെ വന്ന് ഞങ്ങളുടെ നേതാക്കളെ കാണാറുണ്ട്. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ഭാഗത്തുനിന്നും ഞങ്ങളെ കാണാനായി വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഇവിടെ ടെററിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത്, ഒസാമ ബിൻ ലാദനെ ചൂടേറ്റി വിടുന്നത്, ഇന്ത്യക്കെതിരായിട്ടൊരു വാർ സൃഷ്ടിക്കുന്നത്, അവരാണ് ട്രെയിനിങ് നൽകുന്നതെന്ന് ജനങ്ങൾ പറയും. അവരെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അവരോടൊപ്പം എങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കും? പക്ഷെ താങ്കളാണെങ്കിൽ അവരോട് ഡിപ്ലോമാറ്റ് സപ്പോർട്ട് വാങ്ങിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. ഇത് ശരിയാണ്. ഇതിനു മുൻപും നിങ്ങൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് അടൽ ബിഹാരി വാജ്പേയി ലാഹോറിൽ ചെന്നിട്ടുണ്ട്.
അദ്ദേഹം നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം പാകിസ്ഥാനെക്കുറിച്ചും സംസാരിച്ചു. അതായത് അദ്ദേഹം പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കാശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്നാണ്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് കാശ്മീരുമായി ചർച്ചകൾ നടത്തിയത്. പാകിസ്ഥാൻകാർക്ക് കുറച്ചെങ്കിലും ബുദ്ധി വരട്ടെന്ന് കരുതിയാണ് അദ്ദേഹം അവരോടൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഞാൻ വാജ്പേയി സാർ അവരോട് നന്നായിട്ട് സംസാരിച്ചെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അതിനുശേഷമല്ലേ കാർഗിൽ വാറൊക്കെ നടന്നത്? നോക്കൂ, ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾ പറയുന്നു പാകിസ്ഥാനികൾ ഈ കാര്യത്തിൽ ഇങ്ങനെയാണെന്ന്. പിന്നെ എന്തിനാണ് ഇന്ത്യ അവരുമായി ചർച്ചയ്ക്ക് പോകുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം, താങ്കൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? അതായത് തീവ്രവാദികൾക്ക് എന്തുകൊണ്ട് ഫാക്ടറി ഉണ്ടാക്കുന്നു, അതുപോലെ ദാവൂദ് ഇബ്രാഹിമിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് അവിടെ ഇരുത്തിയെന്നും ചോദിക്കുന്നില്ല? പാകിസ്ഥാനോട് എന്തുകൊണ്ട് താങ്കൾ സീസ് ഫയർ വയലൻസ് നടത്തുന്നു എന്നതും ചോദിക്കുന്നില്ല? അതിരിക്കട്ടെ സാർ, നിങ്ങൾ എന്തുകൊണ്ടാണിത് നിങ്ങളുടെ ഗവൺമെന്റിനോട് ചോദിക്കാത്തത്? ഇന്ത്യയില് എപ്പോൾ ജനങ്ങൾ താങ്കളോട് കറക്റ്റ് ചെയ്യാൻ പറയാണ്. ഇത് താങ്കളുടെയും കൂടെ ഗവൺമെന്റാണ്. നോക്കൂ സാർ, താങ്കളുടെയും രാജ്യമല്ലേ? അതായത് ഇത് ഓരോരുത്തരുടെയും അവരുടേതായ പെർസെപ്ഷൻസ് ഉണ്ടാവും. എനിക്കും ഒരു പെർസെപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ഇത് സംസാരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഞങ്ങൾ കാശ്മീരിൽ തോക്ക് കയ്യിലെടുത്ത സമയത്ത് അത് നിയമവിരുദ്ധമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറയുന്നത്, ഗാന്ധി ഇവിടെയാണ് ജനിച്ചത്. ഗാന്ധി ജനിച്ച മണ്ണാണിത്. അദ്ദേഹം ഈ ലോകത്തിലെ എല്ലാവർക്കുമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എത്ര വലിയ പ്രശ്നമുണ്ടായാലും അത് സംസാരിച്ച് പരിഹരിക്കണമെന്ന്. പക്ഷേ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഗാന്ധിജിയുടെ മണ്ണിൽ വെൻ ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി, ഇൻ ദ സോൾ ഓഫ് ഗാന്ധി, ഐ കുഡ് നോട്ട് ഫൈൻഡ് ഇൻ എനിവെയർ. അപ്പോഴാണ് ഞങ്ങൾക്ക് കയ്യിൽ തോക്കെടുക്കേണ്ടി വന്നത്. അതിനുശേഷം അവിടെ അതിനെതിരെ വലിയ എതിർപ്പുണ്ടായി. എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഇന്ത്യക്ക്, അമേരിക്കയ്ക്ക്, ബർത്താനിയയ്ക്ക്, യൂറോപ്യൻ യൂണിയൻ, ഞാനന്ന് ജയിലിലായിരുന്നു, ഓൾ ഇന്ത്യ മെഡിക്കൽ, അവരും എന്നോട് സംസാരിക്കാൻ വന്നിരുന്നു. ഹിന്ദുസ്ഥാനി സിവിൽ സൊസൈറ്റിയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അന്നാണ് ഞങ്ങളിത് പെർമനന്റായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. അന്നു തൊട്ട് ഇന്നുവരെ, അന്ന് ഞങ്ങളുടെ 2-3 സുഹൃത്തുക്കളെയും കൊന്നു. അതിനുശേഷം എന്നെ അവര് 300 തവണ ജയിലിലേക്ക് അയച്ചു. അതിനുശേഷം ഇൻസ്ട്രാഗേഷൻ സെന്ററിൽ എന്റെ റൈറ്റ് ഇയറിൽ കേൾക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്റെ മേൽ 6 തവണ അറ്റാക്കും നടന്നു. ഇത് സീസ് ഫയറിന് ശേഷം സ്റ്റേറ്റ് ചെയ്ത കാര്യമാണ്. അത്രയും വലിയ ക്രൂരത നിങ്ങൾക്കറിയാവുന്നതാണ്. കാശ്മീരിലെ ജനങ്ങൾ 2008 ശേഷം സീസ് ഫയർ എതിർത്തു. കാശ്മീരിലൊരു ട്രാൻസാക്ഷൻ നടന്നു. പിന്നെ വയലന്റ് മൂവ്മെന്റ്, നോൺ വയലന്റ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ്. അതിനുശേഷം നടന്നെന്താന്ന് വെച്ചാൽ 70 പേർ മരിച്ചു വീണു. 2009 45 പേർ മരിച്ചു വീണു. 2010 ഇൻകുലാബിൽ 128 പേർ മരിച്ചു വീണു. ഈ സംഘടനയ്ക്കെതിരെ മിലിറ്ററി പവർ ഉപയോഗിച്ചു. സോ ആരാണ് എല്ലാം ഉപേക്ഷിച്ചത്? അവരെ നിങ്ങൾ കൊന്നുകളയുന്നു. അതായത് അവരെ വീണ്ടും തോക്കേന്താൻ നിങ്ങൾ നിർബന്ധിതരാക്കുന്നു. യാസിൻ സാർ, താങ്കൾക്ക് ഇവിടെ ബോഡികൾ കാണാം, ശവശരീരങ്ങൾ കാണാം. പക്ഷേ പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യവും താങ്കളുടെ കണ്ണിൽ കാണുന്നില്ലേ? അവരിവിടേക്ക് അജ്മൽ കസബിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അയക്കുകയാണ്. അവര് ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ കൊന്നിട്ട് തിരിച്ചു പോവുകയാണ്. അതിനെതിരായിട്ട് താങ്കൾ ശബ്ദിച്ചതേയില്ലല്ലോ. നോക്കൂ, ബോംബെയിൽ എന്താണോ സംഭവിച്ചത്, ആ സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഓൺ റെക്കോർഡ്. ഞാൻ മാത്രമല്ല, കാശ്മീരിൽ ഏതെല്ലാം സംഘടനകളിൽ ആരെല്ലാം നേതാക്കളായിരുന്നു, ചെറിയവരായാലും വലിയവരായാലും, ബോംബെ സ്ഫോടനം നടന്നപ്പോൾ എല്ലാവരും അതിനെ എതിർത്തിരുന്നു. അവരെന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, അതുകൊണ്ട് മാത്രം എല്ലാം അങ്ങ് അവസാനിക്കും. എല്ലാവരും അതിനെ ബ്രൂട്ടൽ കില്ലിംഗ് എന്നാണല്ലോ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇപ്പോ കാര്യം എന്താന്ന് വെച്ചാ, അതായത് ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ഇതിൽ കുറെ ജനങ്ങൾ കൊല്ലപ്പെട്ടു. അല്ല, ഇവിടെയുള്ള ജനങ്ങളുടെ റിയാക്ഷൻ താങ്കൾ നോക്കൂ. താങ്കൾ പറഞ്ഞതുപോലെ അപകടമായിട്ട് അവർ കാണുന്നില്ല. ഇത് ആക്രമിച്ചതായിട്ടാണ് അവർ കാണുന്നത്. അതൊരു ബ്രൂട്ടൽ കില്ലിംഗ് ആണ്. ഒരു ബ്രൂട്ടൽ കില്ലിംഗ് നടന്നിരിക്കുന്നു. അതായത് നിങ്ങൾ ആ സമയത്ത് വന്ന പത്രങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. കാശ്മീരിൽ ഏതെല്ലാം സംഘടനകളുണ്ടോ, അതിൽ ചെറിയ നേതാക്കളായാലും വലിയ നേതാക്കളായാലും അവരെല്ലാവരും തന്നെ മുംബൈയിലുണ്ടായ ആക്രമണത്തെ എതിർത്തിരുന്നു. അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. അതൊരു ബ്രൂട്ടൽ കില്ലിംഗ് ആണ്. വെച്ചാൽ ഏത് രാജ്യമാണോ ഇതുപോലത്തെ ബ്രൂട്ടൽ കില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്, ആ രാജ്യം, ഏത് രാജ്യമാണോ പാവങ്ങളെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്, ആ രാജ്യം
തീവ്രവാദികളെ നമ്മുടെ രാജ്യത്തേക്ക് അയക്കുമ്പോൾ അവരോടൊപ്പം താങ്കൾ സംസാരിക്കുന്നത് അത് ശരിയാണോ? കാശ്മീർ പ്രശ്നം അങ്ങനെ തീരൂ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, കൺഫ്യൂഷൻ എന്താണ്? ഒരുപക്ഷെ നിങ്ങളുടെ ഇഷ്യൂ ഇതാണെങ്കിൽ, അതായത് എന്താണ് ഇഷ്യൂ എന്ന് ഇതുവരെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ചർച്ച ഞാൻ ചെയ്തിട്ടില്ലല്ലോ. താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ അതെ, അംഗീകരിക്കുമോ? ഞാൻ നിങ്ങളത് പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ- എന്താന്ന് വെച്ചാൽ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ ഇറങ്ങി തിരിച്ച് അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കാശ്മീരിന്റെ ഫ്രീക്ക് പാകിസ്ഥാനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാശ്മീരിന്റെ കാര്യം പാകിസ്ഥാനുമായി സംസാരിക്കും. അതാണ് നിങ്ങൾ അവർ അവരോട് എന്താ പറയുന്നത്. സംസാരിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഏത് പാകിസ്ഥാനാണോ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയക്കുന്നത് അവരോടൊപ്പം താങ്കൾ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. പാവങ്ങളെ കൊല്ലുന്നവരെ താങ്കൾ ഇതിൽ വിശ്വസിക്കുന്നു. വിശ്വാസത്തിന്റെ കാര്യം വരുന്നില്ലല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ നാടിന്റെ പെർസെപ്ഷൻ എന്താണ്, രാജ്യത്തിന്റെ പെർസെപ്ഷൻ ഇതാണ്, പാകിസ്ഥാനുമായി ചർച്ച ചെയ്യണം, താങ്കൾക്കൊരു അതിനുശേഷം ലക്ഷ്യം കാണും. പക്ഷേ ഇത് എന്തെല്ലാം ന്യായമാണ്. ഇഷ്യൂസ് ഉണ്ടോ ന്യായീകരിക്കാൻ പറ്റുമോ? അതെല്ലാം അല്ല, ശരിയാക്കണം. താങ്കളുടെ perception-നെ നിങ്ങൾ കുറിച്ച് മസാക്രാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയം മാറും, അപ്പോൾ വൊക്കാബുലറീസ് മാറും. അപ്പോൾ ഒരാൾ എങ്ങനെ സംസാരിക്കുമെന്ന് വെച്ചാൽ ചർച്ചകളിലൂടെ സാഹചര്യം മെച്ചപ്പെടുത്താൻ നോക്കും, എങ്കിലേ ഇല്ല, ഒരു താങ്കൾ പ്രശ്നം വീണ്ടും അത് പരിഹരിക്കാൻ തന്നെ- കഴിയൂ. അതുമാത്രമല്ല, അല്ല, താങ്കൾ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. ഏത് പാകിസ്ഥാന് അവിടെയുള്ള മരണം തടുക്കാൻ സാധിക്കുന്നില്ലയോ, ഏത് പാകിസ്ഥാനിലാണോ ജനങ്ങൾ തീവ്രവാദം കാരണം മരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പാകിസ്ഥാൻ ജനങ്ങൾ ആദ്യം അവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കട്ടെ. ഇവിടെ താങ്കൾ നോക്കുകയാണെങ്കിൽ, അതായത് തന്റെ വീട് മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ മറ്റൊരാളുടെ വീട് ആദ്യം സംരക്ഷിക്കുന്നതിനെ നിങ്ങൾ കുറിച്ച് താങ്കളുടെ നിങ്ങളുടെ അഭിപ്രായം? തെറ്റായ അഭിപ്രായം മാറ്റണം. നിങ്ങൾക്ക് തന്നെ അറിയാം കാശ്മീരിന്റെ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യമെന്ന്. ഓക്കേ, ഏതെങ്കിലും ഒരു രാജ്യം സംഘടനയെ സഹായിച്ചേക്കാം, സപ്പോർട്ട് ചെയ്തേക്കാം, അവർ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഡിപ്ലോമാറ്റിക്കായും മോറലായും സപ്പോർട്ട് ചെയ്തേക്കാം. പക്ഷേ എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. ഏതൊരു സ്വതന്ത്ര സംഘടനയും അവർക്ക് ജനങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. ഇത് കാശ്മീരിലെ ജനങ്ങളുടെ സംഘടനയാണെന്ന് വേണം പറയാൻ. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കാശ്മീരിലെ ജനങ്ങൾ തന്നെ അത് പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഒരിക്കലും പാകിസ്ഥാന്റെ സംഘടനയല്ല, അതുപോലെ ഇത് ഇന്ത്യയുടെ സംഘടനയുമല്ല. ഇത് കാശ്മീരിലെ ജനങ്ങളുടെ സംഘടനയാണ്. തന്നെയുമല്ല, കാശ്മീരിലെ ജനങ്ങളും ഇതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിരുന്നു, നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടെന്ന്. ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണെങ്കിലും ശരി, പാകിസ്ഥാന്റെ ഒപ്പമാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുവാണെങ്കിലും ശരി, ഞങ്ങൾക്ക് ആ ഞാൻ അവകാശം ചോദിച്ച വേണം. ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞതേയില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല? അങ്ങനെയുള്ളവർക്ക് താങ്കളുടെ കാശ്മീർ പ്രശ്നം തീർക്കാൻ പറ്റുമോ? നോക്കൂ, പാകിസ്ഥാൻ ശരിക്കും ഒരു സർവറിംഗ് കൺട്രിയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? അതെന്താണെങ്കിലും അതിൽ തലയിടാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല, അതാണ് സത്യം. ഞാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ പാടില്ല. കാരണം എനിക്ക് അതിനുള്ള അധികാരമില്ല. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യത്തിലും എനിക്ക് തലയിടാനാവില്ല. ഞാൻ കാശ്മീരുമായി മാത്രം ബന്ധപ്പെട്ടയാളാണ്. എനിക്ക് പറയാനുള്ള ഇതാണ്, എന്റെ സംഘടന കാശ്മീരിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. കാശ്മീർ ഡിസ്പ്യൂട്ടിൽ നിന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. ഞാനൊരിക്കൽ പാകിസ്ഥാനിൽ പോയപ്പോൾ അവിടെയുള്ള പത്രപ്രവർത്തകർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്, കാശ്മീർ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണത നേടില്ല, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ, പാകിസ്ഥാനും കൂടി ഇല്ലെങ്കിൽ ഇന്ത്യ പൂർണ്ണത അടയില്ലെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഇന്ത്യ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതെന്റെ ഭാഗമാണ്, അതെന്റെ കിരീടമാണെന്ന്. അതേപോലെ പാകിസ്ഥാൻ പറയുന്നു അത് ഞങ്ങളുടെ അഭിമാനമാണെന്ന്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതിനൊരു തീരുമാനം കാശ്മീരിലെ ജനങ്ങൾ എടുക്കട്ടെ, അത് അവരുടെ താല്പര്യമാണ്. ഇത് ഇന്ത്യയുടെ കിരീടമോ അതോ പാകിസ്ഥാന്റെ അഭിമാനമോ? അതായത് കാശ്മീരിലെ ജനങ്ങളാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ അത്രയേ ഉള്ളൂ. ഇന്ത്യ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഇതിൽ ഒരു ചർച്ചയുടെയും ആവശ്യമില്ലെന്നാണ്. അതായത് ഇതിനു മുമ്പ് നിങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഇന്റർനാഷണൽ കമ്മിറ്റിയിൽ പറഞ്ഞു, അതായത് ഞങ്ങൾ കാശ്മീരിലെ താങ്കൾ ആ ജനങ്ങൾക്ക്. പഴയ കാര്യങ്ങളൊക്കെ മറക്കുക യാഷിൻ സാർ. ഇത് പുതിയ യുഗമാണ്, പുതിയ ഗവൺമെന്റ്. നോക്കൂ, ഒരുപക്ഷേ നിങ്ങൾക്ക് എന്നോട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ മോദിജിയുടെ ഭരണമാണ് നടക്കുന്നത്. അവിടെ നമുക്ക് സംസാരിക്കാൻ പോലും അവകാശമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്തായാലും സംസാരിക്കും. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടുത്തെ സർക്കാരുണ്ടല്ലോ, വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അപ്രോച്ച് വളരെ ഹാർഡായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഹാർഡ് അപ്രോച്ചിന് ഞങ്ങളും തയ്യാറാണ്. നോക്കൂ,
ഇവിടെ ഒരു ചർച്ച നടക്കുകയാണ്. താങ്കൾ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ മനസ്സിൽ തോന്നുന്നത് താങ്കൾ പറയുന്നു, അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ മൊത്തം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർ താങ്കളെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഓഡിയൻസ് താങ്കളോട് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് നോക്കാം. ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പറയൂ തേഡ്രോ. താങ്കൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു കാശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കണമെന്ന്. സർ, താങ്കൾ ഇതിന് ഒരേ ഒരു ഉത്തരം നൽകൂ. ഇന്ത്യ താങ്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു കാശ്മീരുകാരി, പിന്നെ ഒരുപക്ഷെ അവിടെ ജോബ് വേക്കൻസി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കാശ്മീരി മുസ്ലിങ്ങൾക്കും പിന്നെ കാശ്മീരി പണ്ഡിറ്റുകൾക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നു. മാത്രമല്ല, അവിടെ ഏത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയാലും അവിടെ നോക്കിയാൽ മോസ്റ്റ്ലി 50 to 60% കാശ്മീരികളായിരിക്കും. പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് ഇത്രയും ഫെസിലിറ്റി കിട്ടുമെന്ന് ഉറപ്പാണോ? നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് ചോദിക്കുക. അതിന് ഞാൻ മറുപടി പറയട്ടെ. നോക്കൂ സഹോദരി, നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അതായത് ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളുടെ അറിയിപ്പുകൾ, ലേഖനങ്ങൾ ഇതെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലോ അത് ഒന്നും വെറുതെ പറയുന്നതല്ല. ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് കാശ്മീർ വേണം. അത് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നതല്ല. താങ്കൾ ശരി, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് മുഴുവനും നിങ്ങൾ കേൾക്കൂ. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബിലീവ്, അതിന്റെ ഒപ്പം ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇത് കാശ്മീരിലെ ജനങ്ങളുടെ അവകാശമാണ്. ഒരുപക്ഷെ ഇന്ത്യയോടൊപ്പം ചേരാനാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെയാവാം. ഇനി പാകിസ്ഥാനൊപ്പം നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ആകാം. പക്ഷെ അതുപോലെ കാശ്മീരികൾ സ്വതന്ത്രമായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചേ മതിയാകൂ, അവരുടെ ഇഷ്ടത്തിന് തീരുമാനമെടുക്കാൻ. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ യാസിൻ സാർ, താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ താങ്കൾ വെറുതെ പറയുന്നതേ ഉള്ളൂ, പക്ഷെ മനസ്സ് മൊത്തം പാകിസ്ഥാന്റെ സൈഡിലാണ്. ഒരുപക്ഷെ നിങ്ങൾ എന്റെ പൊളിറ്റിക്കൽ ബിലീവ് കള്ളമാണെന്ന് പറഞ്ഞാൽ, എല്ലാ പാർട്ടികൾക്കും ഒരു പൊളിറ്റിക്കൽ ബിലീവ് ഉണ്ടാകും. അതുപോലെ ഇന്ന് നരേന്ദ്രമോദിജിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ആരംഭകാലം തൊട്ടൊരു പൊളിറ്റിക്കൽ ബിലീവ്സ് ഉണ്ട്. മെജോറിറ്റി കിട്ടിയില്ല. പക്ഷേ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബിലീവാണ്. അത്രയ്ക്ക് കഠിനമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പറയുന്നത് കേട്ടിട്ടില്ലേ, നോ മെഴ്സി. ഞങ്ങൾക്ക് വെറും സംസാരിക്കുന്നതിൽ ഞാൻ പറയുന്നത് ഇല്ല, നഷ്ടമൊന്നുമില്ല. ഇല്ല, അദ്ദേഹം പാകിസ്ഥാനെതിരെ കഠിനമായ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. അതുപോലെ ഞങ്ങൾക്കും ഒരു പൊളിറ്റിക്കൽ ബിലീവ് ഉണ്ട്. അത് ഞങ്ങൾ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പൊളിറ്റിക്കൽ ബിലീവും ഒരിക്കലും കള്ളമാവില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബിലീവ് ഇതാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാകിസ്ഥാനോട് സഹായം ചോദിക്കും. കാരണം പാകിസ്ഥാൻ ഒരു തവണ അമേരിക്കയോട് സഹായം ചോദിക്കും, മറ്റൊരു തവണ ചൈനയോട് സഹായം ചോദിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യയോട് ചോദിക്കുന്നില്ല? അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ ഒരു പ്രാവശ്യം അമേരിക്കയോട് സഹായം ചോദിക്കും, മറ്റൊരു പ്രാവശ്യം ചൈനയോട് പിച്ചെടുക്കും. അപ്പോൾ താങ്കൾക്ക് എന്ത് സഹായം കിട്ടും? ഞാൻ ഇതിനു മുൻപും ഈ കാര്യം പറഞ്ഞു, ഇനി ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇത് കാശ്മീരിന്റെ സ്വാതന്ത്ര്യമാണ്, കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ പാകിസ്ഥാനോട് ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോയതല്ല. അതായത് ഇക്കാര്യത്തിൽ കാശ്മീരിലെ ജനങ്ങളുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് സംഭവിക്കുന്നുണ്ട്. ഇതില് കാശ്മീരിലെ ജനങ്ങൾ, അതായത് പറഞ്ഞു വന്നാൽ കാശ്മീരിലെ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എല്ലാ കാശ്മീരികളും എല്ലാവരും ഈ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സംഘടന, ആ സംഘടന ഇതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു രാജ്യത്തോട് സഹായം അഭ്യർത്ഥിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യാസിൻ സാർ, ഇവരെല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നരേന്ദ്രമോദിജിയോട് സംസാരിക്കൂ, അദ്ദേഹം താങ്കളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം യാസിൻ മാലിക്കിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. യാസിൻ സാർ, ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ മാർഗം തിരഞ്ഞെടുത്തു എന്നാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ താങ്കളുടെ സൗഹൃദം താങ്കളുടെ സുഹൃത്തായ ഹാഫിസ് സയ്യിദിനോടാണ്. താങ്കൾ ജമായത്തെ ഇസ്ലാമിയെയാണ് ഫോളോ ചെയ്യുന്നത്. ജമായത്ത് ദുദ്വാവ എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. അടൽ ബിഹാരി വാജ്പേയി ജി. ഇല്ല, താങ്കൾ എനിക്ക് ഹാഫിസ് സയ്യിദിനെ കുറിച്ച് മാത്രം പറയാം. ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾ അയാളോടൊപ്പം ഇരുന്നോ ഇല്ല? ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടുണ്ട്. അയാൾ ഒരു തീവ്രവാദിയാണോ ഇല്ലയോ?
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി JKLFന്റെ ചെയർമാനായ യാസിൻ മാലിക്കാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ JKLFന്റെ ചെയർമാൻ യാസിൻ മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ളതാണ്. യാസിൻ സാർ, ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ മാർഗം തിരഞ്ഞെടുത്തു എന്നാണ്. ഞാൻ കത്തിയും കൊടുവാളും ഒക്കെ എടുത്തു കളഞ്ഞു, തോക്കൊക്കെ എടുത്തു കളഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ താങ്കളുടെ സൗഹൃദം ഹാഫിസ് സയ്യിദിനൊപ്പമാണ്. താങ്കൾ ജമായത്തെ ഇസ്ലാമി പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. ജമാത്തുൽ ദാവ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കും. ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 94-ൽ സീസ് ഫയർ ചെയ്തു. 94 മുതൽ ഇപ്പോൾ ഇതുവരെ 20 വർഷം കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റിനോട് ചാലഞ്ച് ചെയ്യാണ്. ഈ 20 വർഷം കൊണ്ട് അവർക്ക് ഒരു എവിഡൻസ് എങ്കിലും ഹാജരാക്കാൻ പറ്റും. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലാതെ വയലൻസ് ആയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ഒരു ചെറിയ ഞാൻ മൂവ്മെന്റ് താങ്കൾക്ക് എവിഡൻസ് തരട്ടെ. 11 ഫെബ്രുവരി 2011 താങ്കൾ ഇസ്ലാമാബാദിലേക്ക് പോയി അഫ്സൽ ഗുരുവിന് മരണശിക്ഷ കൊടുക്കാതെ നടക്കാനുള്ള പോരാട്ടങ്ങൾ നടത്തി. അപ്പോൾ ഹഫീസ് സയ്യിദ് താങ്കളുടെ മടിയിൽ വന്ന് ഇരുന്നു. ഫോട്ടോസ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസും താങ്കളെ കാണിക്കാം. ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഇതാ നോക്കൂ, യാസിൻ മാലിക് പിന്നെ ഹഫീസ് സയ്യിദ്. ഒരു വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കാണുന്ന സഹോദരന്മാരെ പോലെ അല്ലേ ഉള്ളത്? അതായത് എപ്പോഴാന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി റംസാൻ സീസ് ഫയർ അറിയിച്ചപ്പോൾ ആ സമയത്ത് ഓൺ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ കാശ്മീരിന്റെ ലീഡർഷിപ്പ് പാകിസ്ഥാനിലേക്ക് ഹഫീസിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അതാണ് പറയാൻ വരുന്നത്. അത് ഞാൻ പറയാം. താങ്കൾ ഇരുന്നത് അയാളോടൊപ്പം അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിരുന്നു. അയാൾ തീവ്രവാദിയാണോ അല്ലയോ? സാർ എന്നെ പറയാൻ അനുവദിക്കൂ. പറയൂ. ആ സമയത്ത് ഓൺ റെക്കോർഡിൽ വാജ്പേയി എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപക്ഷെ കാശ്മീരിന്റെ ലീഡർഷിപ്പ് പാകിസ്ഥാന് കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ലീഡേഴ്സുമായി മിലിറ്റന്റ് ലീഡേഴ്സുമായി ചർച്ചകൾ നടത്തണമെന്നാണ്. കാരണം ഒരു ജെന്യൂൺ പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് വാജ്പേയി ഗവൺമെന്റ് വീണു. മറ്റൊരു പ്രധാനമന്ത്രി അധികാരമേറ്റു, അതായത് മൻമോഹൻ സിംഗ്. 2006-ൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, ഒരു ഒഫീഷ്യൽ മീറ്റ്. അന്ന് ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മുമ്പാകെ ഇതിൽ മിലിറ്റന്റ് ലീഡർഷിപ്പും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അവരെയും ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിലേ ഈ ചർച്ചകൾ പൂർണ്ണമായും പീസ്ഫുള്ളായി അവസാനിക്കുകയുള്ളൂ. വസീർ ഹസൻ സാബ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഞാൻ അമേരിക്കയിലേക്ക് പോയി, പിന്നെ ജൽജലിയിലേക്ക് വന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ കാശ്മീരിലേക്ക് വന്നു, അതായത് കാശിനു വേണ്ടി, എയ്ഡിനു വേണ്ടി. അതിനുശേഷം മുറീദ് ക്യാമ്പിലേക്കും ഞാൻ പോയി, അതായത് ഹാഫിസ് സാറിനെ കാണാൻ വേണ്ടി. അവിടെ അദ്ദേഹം ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നു. അന്ന് ആ ഫംഗ്ഷനിൽ ജനങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഗൈഡറുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഒരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തിന്റെ പേര് മാർട്ടിൻ ലിങ്സ്. അദ്ദേഹം മുസ്ലിമായി മാറി. അതിനുശേഷം അദ്ദേഹം 5 വർഷം അറബി പഠിച്ചു, പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ PhD എടുത്തു. അതുകൂടാതെ സീരത്തിനെക്കുറിച്ചൊരു പുസ്തകവും എഴുതി. ഇന്നത് ഓതന്റിക് ബുക്കായി മാറിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിമായാൽ എങ്ങനെയാവണം, അതുപോലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് മനോഹരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ പറയാം. റോസ, നിമാസൂർ, സക, ഇതിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ. അഫ്സൽ എന്നാൽ എന്താണെന്ന് ഇതിൽ കൂടുതൽ ബെറ്ററായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാനാണ്? ഒരുപക്ഷെ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ, സമാധാനത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, യു പർച്ചേസ് പീസ് വിത്ത് യു. ഈ കാര്യം ഞങ്ങൾ ഉത്തരം താങ്കൾ പറയുന്നേയില്ല. അതിനുത്തരം തരൂ. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഏത് ഹാഫിസ് സയ്യിദ് പാവങ്ങളെ കൊന്നോ, ഒരു തെറ്റും ചെയ്യാത്തവരെ കൊന്നോ,
അജ്മൽ കസബിനെ ആയുധങ്ങളോടൊപ്പം ഇവിടേക്ക് അയച്ചോ, അയാളോടൊപ്പം 9 പേരെ ഇവിടേക്ക് അയച്ചോ, അങ്ങനൊരു വ്യക്തിയോടൊപ്പം താങ്കൾ ഇരുന്ന് സംസാരിക്കുന്നു? ഞാൻ ഇതിലേക്കാണ് വരുന്നത്, ഈ ഫോട്ടോയിലേക്ക് തന്നെ. റൈറ്റ്, ഫോട്ടോയെ കുറിച്ച് അതെ സംസാരിക്കാം. അതെ അതെ. പറയൂ. അതായത് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ എത്ര മീഡിയ സെന്റേഴ്സ് ഉണ്ടോ, ഗവൺമെന്റ് ഉണ്ടോ, അവിടെ എല്ലാം ചെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമാവാതിരുന്നത്? അന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നല്ലോ. ഞാൻ മരീദ് ക്യാമ്പിലേക്കും പോയിരുന്നു. എന്തുകൊണ്ടാണ് ആരും അന്നൊന്നും പറയാതിരുന്നത്? താങ്കൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയൂ, അതിനെക്കുറിച്ച് ഞാൻ പറയാം, പിന്നീട് പറയാം. പറയാം. എന്റെ അടുത്ത് ആ ഡീറ്റെയിൽസും ഉണ്ട്. എനിക്കൊരു മകൾ ജനിച്ചു. ഞാൻ പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ അഫ്സൽ ഗുരു സാറിനെ തൂക്കിലേറ്റി. അന്ന് ഞാൻ പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലായിരുന്നു. 48 മണിക്കൂർ നിരാഹാരത്തിലായിരുന്നു. നിരാഹാരമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഹങ്കർ സ്ട്രൈക്ക്? ഹങ്കർ സ്ട്രൈക്കിന് ഒരേ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യുന്നു. യാതൊരുവിധ വയലൻസും ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഹങ്കർ സ്ട്രൈക്കിന്റെ. ഈ ഹങ്കർ സ്ട്രൈക്ക് ഞാൻ നടത്തി, അതും പാകിസ്ഥാനിൽ വെച്ച് നടത്തി. അവിടെ സിവിൽ സൊസൈറ്റിയിലെ ജനങ്ങൾ വന്നിരുന്നു, മുഫ്തലിഖ് സിയാസി പാർട്ടിയിലെ ആൾക്കാർ വന്നിരുന്നു, അവിടെ ഹാഫിദ് സയ്യദ് സാറും വന്നിരുന്നു. പക്ഷേ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. ഹങ്കർ സ്ട്രൈക്ക്, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ട് ആരെയും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് സത്യം. എത്ര പേര് വന്നോ അവരെല്ലാം സ്വയം വന്നതാണ്. പക്ഷേ ഈ ഹങ്കർ സ്ട്രൈക്ക് ക്യാമ്പിൽ, ഈ ഹങ്കർ സ്ട്രൈക്കിന്റെ മെസ്സേജ്, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇതിന് ഒരേ ഒരു മെസ്സേജേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രശ്നത്തിന് വേണ്ടി ശരിയായ രീതിയിൽ സമരം ചെയ്യുന്നു, അത്രയോ. ആ ഹങ്കർ സ്ട്രൈക്ക് ബോംബെയിൽ അറ്റാക്ക് നടന്നപ്പോ അത് ഇന്ത്യയിൽ ചെയ്യായിരുന്നില്ലേ? അപ്പൊ താങ്കളെ എല്ലാവരും അഭിമാനിക്കുമായിരുന്നു. നിങ്ങൾക്കെതിരെ ഇത്രയും ചോദ്യങ്ങളും ഇത്രയും ആരോപണങ്ങളും വന്നിട്ടുണ്ടാവില്ല. നോക്കൂ, ഇതിനു മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കാം, പാകിസ്ഥാനിൽ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിരാഹാര സമരം നടത്തിയതെന്ന്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ബോംബെയിൽ നടന്ന ആ സംഭവം ഞാനിത് മുൻപേ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വെറും യാസിൻ മാലിക് മാത്രമല്ല, ബോംബെയിൽ എത്ര സംഘടനകളുണ്ടോ അവരെല്ലാവരും തന്നെ ബോംബെയിൽ നടന്ന സംഭവത്തെ എതിർത്തിരുന്നു. അതിനെ ബ്രൂട്ടൽ കില്ലിംഗ് എന്നും പറഞ്ഞിരുന്നു. യാസിൻ സാർ, അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അഫ്സൽ ഗുരുവിന് മരണശിക്ഷ കൊടുത്തപ്പോൾ താങ്കൾ അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തി. പക്ഷേ മുംബൈയിൽ ആക്രമണം നടത്തിയപ്പോൾ ഹഫീസ് സയ്യിദിനെതിരായിട്ട് താങ്കൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല, ഒരു പ്രക്ഷോഭവും നടത്തിയില്ല. നോക്കൂ, എനിക്കും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് നിങ്ങളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൻസ് ആണ്. ഗാന്ധിജി ഇവിടെ സമരം നടത്തിയ സമയത്ത് ബർത്താനിയയിൽ നിന്ന് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, 1 ലക്ഷം കാശ്മീരികളെ കൊന്നിട്ടുണ്ട്, അതും വളരെ ക്രൂരമായി. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായമായവർ, കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീരിലെ ഓരോ ഗ്രാമങ്ങളിലും, ഓരോ വീടുകളിലും, ഓരോ നഗരങ്ങളിലും മരിച്ചു വീണവരുടെ കല്ലറകൾ മാത്രമേ കാണാൻ കഴിയൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് അവർക്കെതിരെ സമരം ചെയ്യാതിരുന്നത്? അതിനുള്ള മറുപടി പറയൂ. കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അവരെ കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ സുഡാനിൽ നിന്ന് വരുന്നു. ഞാനിത് മുൻപേ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബോംബെയിൽ നടന്ന സംഭവത്തിൽ ഞാൻ മാത്രമല്ല, കാശ്മീരിലെ എല്ലാ സംഘടനകളും അതിനെ എതിർത്തിരുന്നു, ബ്രൂട്ടൽ കില്ലിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇതിന് മാത്രം താങ്കൾ ഉത്തരം നൽകുക. ഏത് മനുഷ്യൻ ഇന്ത്യക്കെതിരായിട്ട് പോരാട്ടങ്ങൾ തുടങ്ങിയോ അവരുടെ ക്യാമ്പിൽ താങ്കൾ 4 മണിക്കൂർ പോയിരുന്നു. അയാൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദിയാണ്. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ശരിക്കും ആ സമയത്ത് പ്രശ്നം വഷളായ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, പിന്നെ ലോകം മുഴുവൻ, അതായത് കാശ്മീരിലും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരുന്നു. ഇത് ഒരു തീരുമാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ താങ്കളോടൊരു ഫൈനൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹാഫിസ് സയ്യിദിനെ പോലുള്ള വ്യക്തികൾ ഇന്ത്യയുടെ ശത്രുക്കളാണ്, അവരിവിടെ തീവ്രവാദം സ്പ്രെഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള തീവ്രവാദികളോടൊപ്പം താങ്കൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവർ മനുഷ്യകുലത്തിന് എതിരായിട്ടുള്ള വ്യക്തികളല്ലേ, ഇസ്ലാമിനെതിരായിട്ടുള്ള വ്യക്തികളല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഈ ലഷ്കർ ഇ തൊയ്ബ ഉണ്ടല്ലോ, അവര് കാശ്മീർ വിഷയത്തിൽ തലയിടണമെന്ന്. അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ ലക്ഷ്യം ഇതാണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സാറിനെ കണ്ടിരുന്നു. പിന്നെ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ വൈറ്റ് ഹൗസിലും ഇക്കാര്യം അറിയിക്കുകയുണ്ടായി.
അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ കാശ്മീരി മിലിറ്റൻസ് ലീഡർഷിപ്പ് ഉണ്ട്. അതിന്റെ ലീഡർ സർബറാസ് അലാവുദ്ദീനാണ്. ഞാൻ പറഞ്ഞത് ചർച്ചയിൽ ഒരു സമാധാന ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞു. കാരണം ഒരു ജെന്യൂൺ പീസ്ഫുൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ആവാൻ വേണ്ടി ജെന്യൂൺ സ്റ്റോക്സ് വേണമെന്നാണ് ഞങ്ങളുടെ എയിം. പിന്നെ ഞാൻ ഹഫീസ് സയ്യിദിനെ കുറിച്ച് പറയുമ്പോൾ ഹഫീസ് സയ്യിദിനോട് ഞാൻ ഇക്കാര്യമാണ് പറഞ്ഞത്. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് ഇക്കാര്യമാണ് സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അതായത് കാശ്മീർ പോലെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന്. താങ്കളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവർക്ക് കുറച്ച് സമാധാനമാവും തോന്നുന്നു. ശരിയല്ലേ? ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ യാസിൻ മാലിക്കിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. കാശ്മീരിൽ എത്ര ജനങ്ങളുണ്ടോ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് കാശ്മീർ പ്രശ്നം സോൾവ് ചെയ്യാനാണ്. ഞങ്ങൾ കാശ്മീരിന്റെ ഡിസ്പ്യൂട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കണം. ഒരുപക്ഷെ കാശ്മീരിലുള്ളവർ താങ്കളുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് താങ്കളോട് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് വരാൻ പാടില്ല? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി JKLFന്റെ ചെയർമാനായ യാസിൻ മാലിക്കാണ്. അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ JKLFന്റെ ചെയർമാനായ യാസിൻ മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് ഡെമോക്രസിയുടെ മേൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. യാസിൻ സാർ, എനിക്കൊരു മെസ്സേജ് ലഭിച്ചിരുന്നു. ഇന്ത്യയിലുള്ള ഒരു കാശ്മീരി പണ്ഡിറ്റാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, നിഷ്കളങ്കമായ മുഖം, ശാന്തസ്വരൂപൻ യാസിൻ മാലിക്, പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ക്രൂരമായ മുഖമുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, അവിടെ നിന്നും കാശ്മീർ പണ്ഡിറ്റുകളെ പുറത്തേക്ക് അയച്ചതിന് പ്രധാനപ്പെട്ട പങ്ക് താങ്കൾക്കാണെന്ന്. അതായത് അങ്ങനെ അതിൽ എന്റെ പങ്കുണ്ടെങ്കിൽ അപ്പോ ഇതിനുവേണ്ടി എക്സ്ക്ലൂസീവ്ലി ഒരു സ്പെഷ്യൽ കോടതി റെഡിയാക്കി എന്നെ അവിടെ കൊണ്ട് നിർത്തൂ. ഞാൻ കൈയും കെട്ടി നിൽക്കാൻ തയ്യാറാണ്. കാശ്മീരിൽ നിന്നും പുറത്തുപോയ പണ്ഡിറ്റുകൾക്കെല്ലാം മുമ്പാകെ എന്റെ സഹോദരീ സഹോദരന്മാർ വരട്ടെ. എന്റെ മേലുള്ള ഈ ആരോപണം, അതായത് ഒരാൾ കുറ്റക്കാരനാണെന്ന് പഴി ചുമത്തുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അതായത് ആർഗ്യുമെന്റ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അവരതിന് പല തെളിവുകളും തന്നിട്ടുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ബിറ്റ കരാട്ടെ എന്ന് പറയുന്ന പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം താങ്കൾ പറഞ്ഞതുകൊണ്ട് 40 കാശ്മീരി പണ്ഡിറ്റുകളെയാണ് വധിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. നിങ്ങൾ എന്നോടൊരു കാര്യം പറയണം. 1990 ജനുവരി 19 പണ്ഡിറ്റുകൾ, അതായത് കാശ്മീരി പണ്ഡിറ്റുകൾ, എന്റെ സഹോദരി സഹോദരന്മാർ അവിടുന്ന് പോവുകയുണ്ടായി. എനിക്കതറിയണം. 1990 ജനുവരി 19 അവർ എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരെ കൊന്നുവെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊരു കുറ്റം എന്റെ മേൽ ആരോപിക്കുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് പറയണം. അവരിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ആരെയെല്ലാം കൊന്നുവെന്ന്, ആ ലിസ്റ്റിൽ ആരെല്ലാം ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങ് തന്നേക്കൂ. അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും പറയൂ. അതായത് അവര് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് ആ 100 കണക്കിന് ആൾക്കാരുടെ പേരുകളൊക്കെ താങ്കളുടെ മേൽ കൊടുത്തിരിക്കുന്ന കേസുകളിലും അല്ല, അങ്ങനെയല്ല. 1990 ജനുവരി 19 കാശ്മീരി പണ്ഡിറ്റുകൾ സ്വയം അവിടെ നിന്ന് പോയതാണ്. അതിനുവേണ്ടി നിങ്ങളൊരു എക്സ്ക്ലൂസീവ് നീതിപീഠം തയ്യാറാക്കും. അവിടേക്ക് ഞാനും വരാം. വരുമ്പോ അവരോട് ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ പറയണം. എത്ര പേര് കൊല്ലപ്പെട്ടു, അവരാരൊക്കെയാണ്. ശരി, ഇവിടേക്ക് കാശ്മീരി പണ്ഡിറ്റുകളും വരും, അതുപോലെ യാസിൻ മാലിക്കും വരും. ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു പ്രാവശ്യം ആപ്കി അദാലത്തിൽ തീർച്ചയായും ഞാൻ വരാൻ തയ്യാറാണ്. ശരി, ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് താങ്കളുടെ ഈ പൊളിറ്റിക്കൽ പർപ്പസ്, ഒരുപക്ഷെ അത് ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഇല്ല ലീഡർമാർക്കോ അതൊരു നെഗറ്റീവ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ദേശം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മോസ്റ്റ് വാണ്ടഡ്, പാകിസ്ഥാൻ ടെററിസം നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിധത്തിലുള്ള നടപടികൾ എടുത്തില്ല. താങ്കൾ മുറീദക്ക് പോകുന്നു, ഹഫീസ് സയ്യിദിനെ മീറ്റ് ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ഗവൺമെന്റിനൊരു നെഗറ്റീവ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? സിസ്റ്റർ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. നേരത്തെയും ചോദിച്ചിരുന്നു, ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഞാൻ മരീദ് ക്യാമ്പിലേക്ക് പോയപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട്, കാരണം അത് പാകിസ്ഥാനിലെയും മറ്റുള്ള എല്ലായിടത്തെയും ന്യൂസ് ചാനലുകളിൽ വന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റി, മീഡിയാസ്, ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ന്യൂസ് അയക്കാഞ്ഞത്? പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ സന്തോഷിച്ചത്? അത് കേൾക്കൂ. അന്ന് ഞാൻ നിരാഹാരം ഇരുന്നിരുന്നു. അവിടേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം സ്വയം വന്നതാണ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു. ശരിക്കും ഇതിന്റെ അർത്ഥം എന്താണ്? എപ്പോ നിങ്ങൾക്ക് സൂട്ടാവുന്നോ
അത് ശരിയാണെന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിരാഹാരമിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ വന്നാൽ ആ സമയത്ത് നിങ്ങൾ ബഹളമുണ്ടാക്കുന്നു. അല്ല, എനിക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇതുപോലും ചോദിക്കാൻ കഴിയില്ലേ? അതായത് മീഡിയക്കാരുണ്ടാക്കിയ ഈ ഇഷ്യൂ അത് ഡബിൾ സ്റ്റാൻഡ് കളിയല്ലേ? കാരണം ഞാൻ മരിത് ക്യാമ്പിൽ പോയപ്പോഴാണ് നിങ്ങൾ എന്നെ കൂടുതൽ എതിർക്കേണ്ടിയിരുന്നത്. ഞാൻ അവരുടെ കേഡേഴ്സിന് പുസ്തകം കൊടുത്തു. അപ്പോൾ സാർ ഇത് സമ്മതിക്കുന്നില്ലേ? ഹാഫിസ് സയ്യദ് ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാ അന്ന് 26/11 നടന്ന സംഭവങ്ങൾ അതൊരു മാസ്റ്റർ മൈൻഡ് അല്ലേ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇത് താങ്കൾ സമ്മതിക്കുന്നില്ലേ? നോക്കൂ സഹോദരി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അതായത് ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ വ്യക്തി ഹഫീസ് സയ്യദ് സാറിനെ കാണാനായി പോയി. ഓക്കെ, അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും എന്റെ പാസ്പോർട്ട് മുടക്കി. അതുമാത്രമല്ല, എന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു. ഞാൻ തിരിച്ചെത്തിയ ഉടനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. പക്ഷെ ആ ജേർണലിസ്റ്റ് അവിടുന്നൊരു മെസ്സേജും കൊണ്ടാണ് പോയത്. അവർക്കുള്ള ഗവൺമെന്റിന്റെ മെസ്സേജ് ഇല്ലെന്ന് പറഞ്ഞു. ഒരു മെസ്സേജും ഇല്ലെന്ന് അദ്ദേഹം നിൽക്കൂ, പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് നിങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല, നിൽക്കൂ, ഞാൻ ഗവൺമെന്റ് പറയട്ടെ. പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചിരുന്നു, അദ്ദേഹത്തിനും അത് തന്നെ സംഭവിക്കുമായിരുന്നു. അതല്ലേ ശരി? അപ്പോൾ താങ്കൾ സർക്കാർ ഇതിനെ അദ്ദേഹത്തിനെ അയച്ചില്ലെന്ന് പറയുന്നു. പാർലമെന്റും അത് തന്നെ പറയുന്നു. അവിടെ പോയ വ്യക്തിയും പറയുന്നു ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടല്ല ഇവിടെ വന്നതെന്ന്. പക്ഷെ താങ്കൾ പറയുന്നത് നിർബന്ധമായിട്ടും സർക്കാരാണ് പറഞ്ഞു വിട്ടതെന്ന്. നോക്കൂ, ഇതുവരെ താങ്കൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. താങ്കൾ എന്താ കരുതുന്നതെന്ന് വെച്ചാൽ ഹാഫിസ് സയ്യിദിനെ പോലുള്ള ഒരു തീവ്രവാദി, ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ കൊല്ലാൻ മനസ്സ് കാണിക്കുന്ന ഒരു തീവ്രവാദി സമാധാന ശ്രമങ്ങളിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കരുതുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ പല രാജ്യങ്ങളുമായും യുദ്ധം ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ പാകിസ്ഥാനുമായി തന്നെ 3 യുദ്ധം ചെയ്തു. അതല്ലാതെ ചെറിയ ചെറിയ കാർഗിൽസ്, അങ്ങനെ ബോർഡറിൽ പോലും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനും നോക്കുന്നു. അതുകൊണ്ട് എപ്പോൾ കൺഫ്ലിക്റ്റ് ആകുന്നോ അതിൽ എല്ലാവരുടെ പരിശ്രമവും ഉണ്ടാകും. ചർച്ചകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ, അതിലേക്ക് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് ഇതിന്റെ പ്രോസസ് ആർക്കും സബ്ടൈസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ പ്രോസസ് ഒരിക്കലും ഒരു വയലൻസ് ആയി തോന്നില്ല. സാർ, ജനങ്ങൾ എന്താണ് കരുതുന്നത് വെച്ചാൽ ഹാഫിസ് അലിയുടെ ആ സ്ഥലം സംസാരിക്കുന്ന സ്ഥലമായിരിക്കരുത്, ഇന്ത്യയിലെ ജയിലായിരിക്കണമെന്ന്. നോക്കൂ, അതായത് എന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും ഒന്നുകൂടെ പറയാം. ഞാൻ പറയുന്നത് മിലിറ്റന്റ് ലീഡർഷിപ്പിന്റെ എൻഗേജ്മെന്റ് ആണ് ഈ ഡയലോഗ്. ഞാൻ കാശ്മീരിലെ ലീഡേഴ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സലാവുദ്ദീൻ ആരുടെയെല്ലാം ഹെഡാണോ അവരുടെ. ഞാൻ ഹഫീസ് സയ്യദ് സാറിന്റെ ഒപ്പം മെരിത് ക്യാമ്പിലേക്ക് ചെന്നപ്പോൾ ആ സമയത്ത് അവിടെ പീസ് പ്രോസസ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളെയും ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഞാനവിടെ വെറുതെ സംസാരിക്കാൻ വേണ്ടി പോയതല്ല. സോ ഇപ്പോൾ താങ്കൾ സമ്മതിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ പാടില്ല. അതായത് കാശ്മീരിന്റെ വിഷയം എടുത്തു അവർ നോക്കിയാൽ ചെയ്ത തെറ്റിന് അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കണ്ടേ? താങ്കൾ കരുതുന്നുണ്ടോ പ്രോസിക്യൂഷൻ ശരിക്കും പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടെന്ന്? നോക്കൂ, പാകിസ്ഥാനിൽ ട്രയൽ നടക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യക്കാരന് പറയാൻ കഴിയും ഏത് രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബോർഡറിലുള്ള 2 തരത്തിലുള്ള ജനങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ ബന്ധുക്കൾ ആ ഭാഗത്തും ജീവിക്കുന്നുണ്ട്, ഈ സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടെ. ഇഫ് ഐ ക്യാൻ സേ ദ റെസ്റ്റ് ഓഫ് ദിസ് ഇൻ ഇംഗ്ലീഷ്. I want to know why more people don't take notice the fact that they're looking at someone who used to have access to a very violent, a way of life, and this person has made a turnaround and he's talking about peace, is quoting from Faiz Ahmed Faiz, believes in Mahatma Gandhi. Why are more people willing to listen to him? അവര് ചോദിച്ച ചോദ്യം That's my question. മൊത്തം ജനങ്ങളുടെയും ചോദ്യമാണ്. അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ യാസിൻ മാലിക് തീവ്രവാദം എല്ലാം വിട്ടിട്ട് ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നിരുന്നാലും ഇവിടെയുള്ള ജനങ്ങൾ താങ്കൾ പറയുന്ന ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന്. അതായത് എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറല്ലാത്തവർ, അതോടൊപ്പം നെഗറ്റീവ് മെസ്സേജസ്, അതായത് കാശ്മീരിലെ പുതിയ തലമുറ. ഞങ്ങൾ തോക്ക് താഴെ വെച്ചപ്പോൾ
കാശ്മീരിൽ എന്നെക്കുറിച്ച് വലിയ സംസാരം തന്നെ ഉണ്ടായി. ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ ഇവിടെയുള്ള ന്യൂ ജനറേഷൻ, ഞങ്ങൾ ന്യൂ ജനറേഷന് നോൺ വയലന്റ് മൂവ്മെന്റിന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു. അതിന്റെ തെളിവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 2008 ഒരു കലക്റ്റീവ് ട്രാൻസാക്ഷൻ നടന്നു, ഫ്രം വയലന്റ് മൂവ്മെന്റ് ടു നോൺ വയലന്റ് മൂവ്മെന്റ്. പക്ഷേ നിങ്ങളുടെ ജെന്യൂൺ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ജെന്യൂൺ റെസ്പോൺസിബിൾ ഇപ്പോ ഇന്ത്യൻ ഓഡിയൻസ് ആൻഡ് സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷേ അവർ കാശ്മീരീസിനോട് പറയാം, നിങ്ങളുടെ പ്രശ്നം വയലൻസിലൂടെ പരിഹരിക്കാനാവൂ, സമാധാനത്തിലൂടെ നടക്കില്ലെന്ന്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് മെസ്സേജ്. യാസിൻ സാർ, ഇവിടെ നോക്കൂ, കാശ്മീരികൾ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നോക്കൂ, ഞാൻ ഒരിക്കലും ഇതുപോലെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു വലിയ ആളാണെന്നോ ഞാൻ ഒരു വലിയ ലീഡറാണെന്നോ. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാശ്മീരിൽ എത്ര ജനങ്ങളുണ്ടോ അവരെല്ലാവരും തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ കാശ്മീരിന്റെ ഡിസ്പ്യൂട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് കാശ്മീർ പ്രശ്നത്തിൽ ഒരു പരിഹാരം കിട്ടും. ഒരുപക്ഷെ കാശ്മീരികൾ താങ്കൾ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ, അവർക്ക് താങ്കളോട് ഇഷ്ടമുണ്ടെങ്കിൽ, താങ്കൾ എന്തുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് വന്നുകൂടാ? ഒരുപക്ഷേ ഞാൻ 87 എഫേർട്ട് എടുത്തപ്പോൾ അതിന്റെ ഫലങ്ങൾ കണ്ടതാണ്. ഞാൻ റെഡ് 16 ഇൻട്രാഗേഷനും പിന്നെ ജയിലും കണ്ടതാണ്. അതായത് ഇന്ത്യൻ ഓഡിയൻസിന് ഇതിനെക്കുറിച്ചൊരു ഡൗട്ടുണ്ടായിരുന്നു. അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആരെല്ലാം സംസാരിക്കുന്നോ ജനങ്ങളുടെ പിന്തുണ അവർക്കില്ലെന്ന്. ഇപ്പോ ഞാൻ രജിത് സാറിനോടൊരു ചോദ്യം ചോദിക്കാം. ഈ മൊത്തം ഇന്ത്യ ടീം, ഈ മൊത്തം ഇന്ത്യ ചാനൽ, മെഹബൂബ മുക്തി, ഉമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, പിന്നെ കോൺഗ്രസിനോടും പറയൂ, അവർ കാശ്മീരിന്റെ കോൺസ്റ്റൻസിയിൽ ഇടപെടാൻ പാടില്ല. ആ കോൺസ്റ്റൻസിയിൽ നിങ്ങൾ അസംബ്ലി ഇലക്ഷനും പിന്നെ പാർലമെന്റ് ഇലക്ഷനും വിട്ടേക്കൂ. പക്ഷേ ഇവർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ഷൻ ജനങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഞാൻ രജിത് സാറിനെ ക്ഷണിക്കുകയാണ്. ഇദ്ദേഹം തന്നെ വന്ന് കണ്ടക്ട് ചെയ്തോട്ടെ. ഞാൻ അതിലും പങ്കെടുക്കാം. അപ്പോൾ അറിയാം ജനങ്ങൾ ആരോടൊപ്പമാണെന്ന്. യാസിൻ സാർ, ഒരുപക്ഷെ കാശ്മീരികൾ താങ്കളെ സഹായിക്കുകയാണെങ്കിൽ താങ്കൾ കാൻഡിഡേറ്റ്സിനെ നിർത്തി അവരെ ഇലക്ഷനിൽ ജയിപ്പിച്ച് അവസാനം മുഖ്യമന്ത്രിയാക്ക്. നോക്കൂ, 1947 ഇതുവരെ ഇന്ത്യയിൽ പിന്നെ കാശ്മീരിലും എത്രയൊക്കെ ഇലക്ഷൻ നടന്നു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാന്ധിയൻ ലീഡർ ജയപ്രകാശ് നാരായണൻജി 1962 ഇന്ത്യൻ ടൈംസിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അദ്ദേഹം അതിലെഴുതിയത് എന്താന്ന് വെച്ചാൽ, മൈ ഓൺ കൺട്രി മേ അക്യൂസ് മൈ പാട്രിയോട്ടിക് ട്രഡിൻഷ്യൽ, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ മൈ കൺട്രി കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഇലക്ഷനൊന്നും അവിടെ വില പോവില്ല. ഞങ്ങൾ കാശ്മീരിലെ ജനങ്ങൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ മുഫ്തക് ബിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്കൊരു ചാനൽ ഒരുക്കി തരുമെന്ന്. പക്ഷേ ഇതുവരെ ഞങ്ങൾ കാശ്മീരീസിന് കൊടുത്തിട്ടില്ല. ഞാൻ കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വാക്ക് നിറവേറ്റാനായി കാത്തിരിക്കുകയാണ്. അതാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ്. താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒമർ അബ്ദുള്ളയുടെ പാർട്ടി മെഹബൂബ മുക്തിയോടൊപ്പം ചേർന്ന് മത്സരിച്ചു, കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർന്ന് മത്സരിച്ചു. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇന്ത്യ TV ഇവരോട് പറയും, എല്ലാവരും ചേർന്ന് ഒരുമയോടെ പ്രവർത്തിക്കണം. കാശ്മീരിൽ ഒരു ശക്തമായ കോൺസ്റ്റൻസി രൂപീകരിക്കണം. അവിടെ നിങ്ങളൊരു പ്രൈവറ്റ് ഇലക്ഷൻ നടത്തണം. ഞങ്ങൾ അവിടെ മത്സരിക്കാം. അപ്പോൾ അറിയാം ജനങ്ങൾ ആരോടൊപ്പമാണ്. യാസിൻ മാലിക്കും പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് കാശ്മീരിന്റെ നല്ലതിനു വേണ്ടി, കാശ്മീരിലുള്ള ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഗവൺമെന്റിനോട് സംസാരിച്ച് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനം കാണുന്നതായിരിക്കും. ഒരു പുതിയ മാർഗം കണ്ടെത്തും. ആ വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.